ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പാഠമാണ്. അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മീന്, മീഡിയൻ, റേഞ്ച് എന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണണം. അപ്പോൾ 10ാം ക്ലാസ്സിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വരെയാണ് പഠിച്ചത്. അതായത് ഒരു കൂട്ടം വാല്യൂസ് തന്നാൽ അതല്ല ഏത് നമ്പറിനോടാണ് സെൻറ്റേർഡ് ആവുന്നതെന്നാണ് അവിടെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഓരോ ഡാറ്റാസും നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡാറ്റാസ് തന്നു. അതിൻ്റെ മീന്, മീഡിയൻ, അതിൽ നിന്നൊക്കെ എത്ര ഡീവിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പല രീതികളുണ്ട്. ഒന്നാണ് ഈ പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്, എത്ര ഡിസ്പേഴ്സ്ഡ് ആയി എന്നൊക്കെ കാണിക്കാനുള്ളതാണ് റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ അത് ഈ വർഷം പഠിക്കാനില്ല. മീൻ ഡീവിയേഷൻ അബൌട്ട് അത് തന്നെ 2 തരത്തിലുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും രണ്ടും നമ്മൾ നോക്കും. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് വരുന്നത് വേരിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ നിന്നാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. പബ്ലിക് എക്സാമിന് 6 മാർക്കിന് വരുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. നിർബന്ധമായിട്ടും എല്ലാ വർഷവും വരാറുള്ള ഒരു ഏരിയയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു ടേബിൾ വരച്ചിട്ട് മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാണാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ 6 മാർക്കും നമുക്ക് കയ്യിലാക്കാം. അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ നോക്കാം എന്നുള്ളതാണ് കാര്യം. ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റത്തില്ല ഇത് തന്നെ വരും. നമുക്ക് ആ ഒരു ഉറപ്പ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ സെറ്റാക്കണം. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ മുഴുവൻ ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം. അപ്പോൾ മീൻ എന്താണെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. അതായത് ഒരു കൂട്ടം വാല്യൂസ് തന്നു, അതിൻ്റെ എല്ലാം സം ബൈ നമ്പർ ആയിരിക്കും ആ വാല്യൂവിൻ്റെ മീൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എക്സ് ബാർ, അതാണ് മീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ബൈ എൻ. സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് ഐകളെല്ലാം സം ചെയ്യുക. അതായത് ഇവിടെ ഐ ഇസ് ഈക്വൽ ടു 1 to n എന്നും കൂടി ഉണ്ട്. അതായത് ഇവിടെ ഐക്ക് 1 കൊടുക്കുക, പിന്നെ ഐക്ക് 2 കൊടുക്കുക. അങ്ങനെ പർട്ടിക്കുലർ നമ്പർ ഓഫ് എക്സുകളെ കൂട്ടിയിട്ടിൽ n വരെ. എത്ര വരെയാണോ നമുക്ക്. ഇപ്പോൾ 6 നമ്പേഴ്സ് ആണെങ്കിൽ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 6 എന്ന് വരും. n 6 ആകും. അപ്പോൾ x1 + x2 അങ്ങനെ x6 വരെ ചെയ്തിട്ട് ബൈ n 6 കൊടുക്കുക. അങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. പറയേണ്ട ആവശ്യമില്ല, മിക്കവർക്കും മീൻ കാണാൻ അറിയായിരിക്കും. മീഡിയനും അതുപോലെ തന്നെ. അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. മിഡിലിൽ വരുന്ന വാല്യൂ ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, വേരിയബിലിറ്റി എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് 4 തരത്തിലുണ്ടെന്നും പറഞ്ഞു. അതിൽ റേഞ്ച് കാണാൻ പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ഡാറ്റാസ് തരുന്നു, അതിൽ നിന്ന് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ രീതി മീൻസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മീൻ ഡീവിയേഷൻ. അതായത് തന്നിരിക്കുന്ന വാല്യൂസ് അതിൻ്റെ മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്ന് കാണിക്കുന്നതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കൺസെപ്റ്റ് ആദ്യമേ പറയാം, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ എക്സ് ഐ, കുറേ നമുക്ക് എക്സ് ഐകളുണ്ട്. x1, x2, x3 അങ്ങനെ കുറേ എക്സ് ഐകളുണ്ട്. അവരെല്ലാവരും അവരുടെ മീനിൽ നിന്ന് ഡീവിയേറ്റഡ് ആണ്. ആ ഡീവിയേറ്റഡ് ആയതിന് നമുക്ക് നെഗറ്റീവ് വേണ്ട. ഞാൻ മോഡുലസ് ഇട്ടു. പിന്നെ അതിൻ്റെയൊക്കെ ആവറേജ് കാണാൻ വേണ്ടി ബൈ n ഇട്ടു. ഇതാണ് മീൻ ഡീവിയേഷൻ ഇക്വേഷൻ. മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഉണ്ട് കേട്ടോ. സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ. സമ്മപ്പ് ചെയ്യുന്നതാണ് എല്ലാം കൂടിയിട്ട് അതിൻ്റെ ബൈ എൻ ചെയ്ത് ആവറേജ് എടുക്കുന്നതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചോദ്യം ചെയ്യാം. ഞാൻ കുറച്ച് നമ്പേഴ്സ് തരുവാണ്. 6, 7, 10, 12, 13, 4, 8, 12. അപ്പോൾ ഇതിൻ്റെ മീൻ ഡീവിയേഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ നമുക്ക് ഇതെല്ലാത്തിനെയാണ് എക്സ് ഐകൾ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എക്സ് ബാർ വേണം. എൻ്റെ ആവറേജ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ എനിക്ക് 72 എന്ന് കിട്ടും. 72/8 ചെയ്യുമ്പോൾ എനിക്ക് 9 കിട്ടും. സോ ഇതിൻ്റെയൊക്കെ എക്സ് ബാർ ആവറേജ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി എല്ലാം ഈ 9ൽ നിന്ന് ഇത് കുറയ്ക്കുക. 6 - 9, 7 - 9 അങ്ങനെ ചെയ്യുക.
അതിൻ്റെ മോഡുലസ് എടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് 3 2 1 3 4 5 1 3 അങ്ങനെ കിട്ടും. അപ്പോൾ ഞാനതിനെ എല്ലാത്തിനും സമ്മപ്പ് ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ ആൻസേഴ്സിനെല്ലാം സമ്മപ്പ് ചെയ്യുന്നു. സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ ആണ് മീൻ ഡീവിയേഷൻ്റെ ഫോർമുല. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ്. മീഡിയൻ ഉണ്ട്, അത് പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് ഇത്. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഞാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചു. അപ്പോൾ 3 2 1 അങ്ങനെ എല്ലാത്തിൻ്റെ സമ്മ് എടുക്കുക. അപ്പോൾ 22 കിട്ടും. 8 നമ്പേഴ്സ് ഉണ്ട്. സോ 22/8 2.75 ആണ് ഇവിടുത്തെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഇവിടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ചോദ്യം നോക്കാം. നമ്പേഴ്സ് 3 9 5 3 12 10 18 4 7 21 90. ഓക്കെ, അപ്പോൾ മീഡിയൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. നടുക്ക് വരുന്ന നമ്പർ ആയിരിക്കും മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 11 ഒബ്സർവേഷൻസ് ഉണ്ട്, 11 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 11 ആകുമ്പോൾ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് 6ാമത്തെ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ മീഡിയൻ. സോ 6ാമത്തെ സംഖ്യ ഞാൻ 9 ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് പറയാത്തത്. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 9 കിട്ടും. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചു, അപ്പോൾ എനിക്ക് 6 കിട്ടി. ഇതിൽ നിന്ന് 1 കുറച്ചു, 0. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെ XI ഈ വാല്യൂ എടുക്കുക, ഈ 9 കുറയ്ക്കുക. ഓക്കെ, മീഡിയൻ വാല്യൂ കുറച്ചിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെല്ലാത്തിനെയും കൂടെ സമ്മപ്പ് ചെയ്യുക. ഐ ഈസ് ഈക്വൽ ടു 1 to n XI മൈനസ് എം വരെ സമ്മപ്പ് ചെയ്യുക ബൈ n. എത്ര നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കിട്ടും. ഓക്കെ, മീഡിയനെ ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 58 ആണ്. ഡിവൈഡഡ് ബൈ 11 സംഖ്യകളുണ്ട്. സോ ദ ആൻസർ ഈസ് 5.27. ഓക്കെ, അതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ, അതായത് XIകൾ മാത്രം തരുന്ന കേസുകളായിരുന്നു. ഇനി നമുക്ക് XIയും FIയും തരുന്ന കേസുകൾ നോക്കാം. ഓക്കെ, മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ഗ്രൂപ്ഡ് ആണ്. XIയും FIയും കാണും, ഗ്രൂപ്പായിട്ടാണ് വരാറ്. അത് തന്നെ 2 ടൈപ്സ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ XIയും FIയും മാത്രമേ ഉള്ളൂ. XIക്ക് എന്തില്ല, ഇന്റർവെല്ലില്ല. അതായത് നമ്മൾ 10 to 20 20 to 30 അങ്ങനെ ഒന്നും എഴുതത്തില്ല. ജസ്റ്റ് ആ നമ്പർ മാത്രമാണ് XIക്ക് കൊടുക്കുക, റേഞ്ച് ഇല്ല. ഓക്കെ, ആ ഇന്റർവെല്ല് ഇല്ല. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ റേഞ്ച് ഉണ്ട്, 10 to 20 അങ്ങനെയാണ് XIകൾ വരുന്നത്. മിക്കവാറും അതാണ് എക്സാമിന് ചോദിക്കുന്നത്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് രണ്ടും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദ്യം നോക്കാം കേട്ടോ. അപ്പം എനിക്കിവിടെ XI FIയുടെ ഒരു ടേബിൾ ഉണ്ട്, ഞാനത് എഴുതുവാണ്. XI 2 5 6 8 10 12. FI എന്ന് പറയുമ്പോൾ 2 8 10 7 8 5. ഓക്കെ, XIയും FIയും തന്നു. ഞാനിവിടെ കാണാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ്. ഓക്കെ, അപ്പോൾ XIയും FIയും തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് XI FI കാണുക. ഇത് രണ്ടിനെയും ഗുണിച്ചെഴുതുക എന്നുള്ളതാണ്. XI FI. ഓക്കെ, ഞാനിത് ഗുണിച്ചെഴുതുവാണ്. 440. ഓക്കെ, 60. ഓക്കെ, എന്നിട്ട് FIകളുടെ എല്ലാം സം ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെയുള്ള എല്ലാ FIകളുടെയും സം ചെയ്തെടുക്കുക. എനിക്ക് 40 കിട്ടും. എല്ലാ XI FIനെ സമ്മപ്പ് ചെയ്യുക, എനിക്ക് 300 എന്ന് കിട്ടും. ഓക്കെ, ഈ FIകളുടെ സമ്മിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക. എന്നിട്ട് മീഡിയൻ അല്ല കാണേണ്ടത്, മീനാണ്. ഓക്കെ, X ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n. സിഗ്മ ഇടുവാണെങ്കിൽ എപ്പോഴും ഐ ഈസ് ഈക്വൽ ടു 1 to n എന്ന് തന്നെ ഇട്ട് പോരുക. ഐ ഈസ് ഈക്വൽ ടു 1 to n. XI മാത്രമല്ല ഇവിടെ മീനിന് വേണ്ടിയിട്ടുള്ളത്, FIയും ഉണ്ട്. അപ്പോൾ FIനെ പരിഗണിക്കണം. സോ FI XI ബൈ FIകളുടെ സമ്മാണ് എഴുതേണ്ടത്. സോ ഞാൻ അതിനെ n എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n FI എന്നും കൊടുക്കാം. ഞാൻ n എന്ന് തൽക്കാലം കൊടുക്കുന്നു. ഓക്കെ, സോ അപ്പോൾ FI XIകളുടെ സം 300, FIകളുടെ സം 40. സോ എനിക്ക് ആൻസർ കിട്ടും 7.5 ആണ് എൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ XI മൈനസ് എക്സ് ബാർ കൊടുക്കുന്നു. XI മൈനസ് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ XI ഇവിടെ ഉണ്ട് 2,
എക്സ് ബാർ 7.5. അങ്ങനെ കുറച്ചിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക. ഞാൻ എല്ലാത്തിൻ്റെയും എടുക്കുന്നില്ല, ജസ്റ്റ് എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 5.5, 2.5, 1.5, 0.5, 2.5, 4.5. ഒന്നുമില്ല, എക്സൈകളെല്ലാം എടുത്ത് എഴുതുക. എക്സ് ബാറിൽ നിന്ന് അത് കുറയ്ക്കുക, അതിൻ്റെ മോഡൽസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് വന്നിട്ട്. ഇനി എക്സ് ഐ മൈനസ് എക്സ് ബാറിന് എഫ് ഐയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് ഇവിടെ കിട്ടുന്ന വാല്യൂവിന് എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് വാല്യൂസ് എഴുതുക. 11, 20, 15, 3.5, 20, 22.5. ഓക്കെ, അങ്ങനെ വാല്യൂസ് എഴുതുക. അതിനെ സമ്മപ്പ് ചെയ്യുക. അപ്പം എനിക്ക് 92 കിട്ടും. നിങ്ങൾ സമ്മപ്പ് ചെയ്താലും മതി, ജസ്റ്റ് അത് സമ്മപ്പ് ചെയ്ത് ടൈം കളയുന്നില്ല. അപ്പോൾ 92 കിട്ടും. ഇനി മീൻ ഡീവിയേഷൻ കാണാവുന്നതാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. സ്മോൾ എൻ അല്ല, കാര്യം എഫ് ഐയും കൂടെ വരുന്നതുകൊണ്ട് അത് പറ്റില്ല, ക്യാപിറ്റൽ എൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂസ് എഴുതി. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. എഫ് ഐ ഇതിൻ്റെ സമ്മപ്പ് എന്ന് പറയുമ്പോൾ 92 ആണ്. ഫ്രീക്വൻസിയുടെ സമ്മപ്പ് 40 ആണ്. 2.3 ആണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ വരുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഇതുപോലെ തന്നെ നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടിന്യൂസും വരുന്നുണ്ട്. ആ കേസുകളൊക്കെ ഇനി നോക്കാം അടുത്ത പാർട്ടുകളിലായിട്ട്. മീൻസ് ഉടനെ തന്നെ നമ്മളതും നോക്കുന്നതായിരിക്കും. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാം. അപ്പോൾ ഞാനിവിടെ എക്സ് ഐ എഫ് ഐ എഴുതുകയാണ്. എക്സ് ഐ എഴുതിക്കഴിഞ്ഞ് ഇനി എഫ് ഐ എഴുതാം. 2, 4, 5, 4, 3. ഓക്കെ, ഇനി നമ്മൾ എക്സ് ഐ എഫ് ഐ എന്ത് ഡാറ്റ കിട്ടിയാലും ആദ്യം തന്നെ ഒന്നും അറിയില്ലെങ്കിൽ പോലും എക്സ് ഐ എഫ് ഐ ആദ്യം എഴുതുക. എക്സ് ഐ എഫ് ഐ കാണുക, എല്ലാത്തിനും ഒന്ന് സമ്മപ്പൊക്കെ ചെയ്ത് വെക്കുക. അപ്പം തന്നെ പകുതി സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾക്ക് എക്സ്ട്രാ ചെയ്യേണ്ടത്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടത് ഇനി ബാക്കിയുള്ളതേ ഉള്ളൂ. എക്സ് ഐ എഫ് ഐ എഴുതുക, എക്സ് ഐ എഫ് ഐ എഴുതുക, സമ്മപ്പ് ചെയ്യുക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. സി എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്ത് എഴുതി പോരുക. ഓക്കെ, അതായത് ഇവിടെ 3, 3, 4, 7, 7, 5, 12 അങ്ങനെ ഡാറ്റാസ് എഴുതി പോകുന്നതാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞു. എന്നിട്ട് ഫ്രീക്വൻസി ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. അവിടെ അടിയിൽ ഫ്രീക്വൻസി ആഡ് ചെയ്ത് വെക്കണം. നോട്ട് ദ പോയിന്റ്. ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുന്നതും ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ എൻഡും എപ്പോഴും ഒരേ വാല്യൂ തന്നെ കിട്ടണം. അല്ലെങ്കിൽ എവിടെയോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുക. കാര്യം രണ്ടും എപ്പോഴും സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. അതായത് 30 ആളുകളുണ്ട്. സോ 15ാമത്തെ ആളുടെ ഒരിതാണ് നമുക്ക് മീഡിയൻ ക്ലാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് 13 ആണ്. ഓക്കെ, 15ാമത്തെ ആൾ ആയിട്ട് വരും. 15th ഒബ്സർവേഷനും 16th ഒബ്സർവേഷനും 30 എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്പറാണ്. മീൻസ് 15 എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 15th ഒബ്സർവേഷന് 16th ഒബ്സർവേഷൻ്റെ സം എടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 13 കൂട്ടി ഡിവൈഡഡ് ബൈ 2 13 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് 13 ആണ്. സോ ഞാൻ ഈ എക്സ് ഐന്ന് 13 കുറയ്ക്കുന്നു, മോഡുലസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഞാൻ പറയുന്നില്ല, എഴുതി പോകുന്നതേ ഉള്ളൂ. എക്സ് ഐകളെ നിരത്തി പിടിച്ച് എഴുതുക, അതെല്ലാം എം കുറയ്ക്കുക. എക്സ് ഐകളെ നിരത്തി പിടിച്ചതിന് എം കുറയ്ക്കുക, മോഡുലസ് എടുക്കുക, ആൻസർ എഴുതുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ തൽക്കാലം നമ്പേഴ്സ് എഴുതി പോകുകയാണ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയതിന് എഫ് ഐയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത കോളത്തിൽ എഴുതുക. 30, 28, 20, 20, 10, 32, 27. ഓക്കെ, ഇനി ഇതിനെ സമ്മപ്പ് ചെയ്യുക. എഫ് ഐ ഇൻറ്റു മോഡുലസ് എക്സ് ഐ മൈനസ് എമ്മിനെ സമ്മപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് 149 കിട്ടുന്ന സമ്മപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ നോക്കാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n മോഡുലസ് എക്സ് ഐ മൈനസ് എം ഇൻറ്റു ഫ്രീക്വൻസി ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഓക്കെ, ബൈ ക്യാപിറ്റൽ എൻ എന്ന് ചോദിച്ചാൽ ഫ്രീക്വൻസി വരുന്നത് കേസുകളിലൊക്കെ ക്യാപിറ്റൽ എൻ ആണ്, അല്ലാത്ത കേസുകളിൽ സ്മോൾ എൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ വന്നിട്ട് 149/30 ജിസ് 4.97 ആണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ തന്നെ വരുന്ന ഡിസ്ക്രീറ്റ് നമ്മൾ ചെയ്തതാണ്. ഇനി കണ്ടിന്യൂസ് ഇന്റർവെല്ലിൽ വരുന്ന കേസുകൾ നോക്കാം. ഓക്കെ, അത് പരീക്ഷയിൽ കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. 10 to 20, 20 to 30, 30 to 40,
40 to 50, 50 to 60, 60 to 70, 70 to 80. ഇത്രയുമാണ് നമ്മുടെ മാർക്കുകൾ വരുന്നത്. ഓക്കെ, നമ്മുടെ ലാംഗ്വേജിൻ്റെ +1 ഒരു പരീക്ഷ നടത്തിയപ്പോൾ കുട്ടികൾക്ക് ലഭിച്ച മാർക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കിട്ടിയ കുട്ടികളുടെ എണ്ണം ഞാൻ കൊടുക്കുന്നുണ്ട്. 238, 14, 832. ഇതാണ് ഫ്രീക്വൻസി, ഇത് ക്ലാസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ എപ്പോഴും കാണണമെങ്കിൽ FIയും വേണം, ഞാൻ നേരത്തെ പറഞ്ഞു XIയും വേണം. ഇവിടെ XI ഒരു ക്ലാസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. സോ XI നമുക്ക് കൃത്യമായിട്ട് വേണം. ഓക്കെ, പിന്നീട് XI. അപ്പോൾ XI കിട്ടാൻ ചെയ്യേണ്ടത് ആ ക്ലാസിന്റെ പകുതിക്ക് വെട്ടുക. ഓക്കെ, ഇപ്പൊ 10 to 20 ആണെങ്കിൽ അതിനെ നടുക്ക് വെട്ടുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 15 കിട്ടും. സോ അതാണ് ഇവിടുത്തെ XI. അപ്പോൾ 20 to 30 നടുക്ക് വെട്ടുക. സോ 25. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ നടുക്കത്തെ വാല്യൂ, ഓക്കെ, മിഡിൽ വാല്യൂ എടുത്തിട്ട് എഴുതുക. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ FIയും XIയും കിട്ടിക്കഴിഞ്ഞാൽ FIXI വേണം. ഓക്കെ, അപ്പം നമുക്ക് FIXI ചെയ്യാം. 30, 75 നിങ്ങൾ ഗുണിച്ചെടുത്താലും മതി. FIയും അവിടെയുണ്ട്, XIയും അവിടെയുണ്ട്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്ത് സമയം കളയുന്നില്ല. ഓക്കെ, 440, 195, 150. ഓക്കെ, ഇതിന് സമ്മപ്പ് ചെയ്യുക 1800. FIകളെ എപ്പോഴും സബ് ചെയ്യുക 40. അതാണ് N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് X ബാർ കാണാം. X ബാർ കാണാൻ എങ്ങനെയാണ്? സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n FIXI ബൈ ക്യാപിറ്റൽ N. എന്തുകൊണ്ടെന്നാൽ ഫ്രീക്വൻസി അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാം 1800 ബൈ 40 45. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ, ഓക്കെ, X ബാർ അത് 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എഴുതാം XI മൈനസ് X ബാർ കാണാം. ഓക്കെ, XI എത്രയാണ്? 15 മൈനസ് 45 30 മോഡുലസ് എടുക്കുമ്പോൾ 30 തന്നെ. സോ 30, 20, 10 ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. 30, 10, 20, 0, 10, 20, 30. ഓക്കെ, ഇനി XI മൈനസ് X ബാർ കിട്ടുന്നതിന് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്ത് എഴുതുക. ഓക്കെ, XI മൈനസ് X ബാർ മൾട്ടിപ്ലൈഡ് വിത്ത് FI. ഓക്കെ, ഡയറക്റ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇവിടെ കിട്ടുന്നതിന് അപ്പുറത്ത് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്ത് എഴുതുക. സോ 60, 60, 80, 0, 80, 60, 60. സമ്മപ്പ് ചെയ്തെടുക്കുക. സോ 400 കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടും. ദറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n. എന്ത് കിട്ടിയാലും സിഗ്മ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊള്ളണം. സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n എന്ന് എപ്പോഴും എഴുതണം. FI ഇൻറ്റു മോഡുലസ് XI മൈനസ് X ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഓക്കെ, ഇതിൻ്റെ സമ്മപ്പ് ചെയ്തത് അവിടെ ഉണ്ട് 400. ഫ്രീക്വൻസിയുടെ സമ്മപ്പ് 40. സോ 400 ബൈ 10, 40, 10 ആൻസർ. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് 10. ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും അറിഞ്ഞിരിക്കണം എന്നില്ല, ഈ രീതി അറിഞ്ഞു വെച്ചാലും മതി. ഓക്കെ, ഇപ്പം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ചോദിക്കുകയാണെങ്കിൽ FI വേണം, XI വേണം, FIXI വേണം. FIXIയും XIയും ഉണ്ടെങ്കിൽ X ബാർ കിട്ടും. സോ XI മൈനസ് X ബാർ മോഡുലസ് എടുക്കുക. അതിന് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് FI ഇൻറ്റു XI മൈനസ് X ബാർ മോഡുലസ് എടുക്കുക. പിന്നെ സമ്മപ്പ് ചെയ്തത് സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n FI ഇൻറ്റു മോഡുലസ് XI മൈനസ് X ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. സ്മോൾ ലെറ്റർ N ഉപയോഗിക്കരുത്, കാരണം ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഷോർട്ട് കട്ട് മെത്തേഡ് അറിയണമെന്നില്ല, ഈ രീതി തന്നെ മതി. ടെക്സ്റ്റിൽ ഇച്ചിരിയും കൂടെ വലുതാക്കി പറയുന്ന രീതിയാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. പക്ഷെ അതിലും എളുപ്പമായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് കുറച്ചുകൂടെ എന്താ പറയുക, മീഡിയന് കുറച്ച് ഇത് വരുന്നുണ്ട്. ഷോർട്ട് കട്ട് എന്ന പേരേ ഉള്ളൂ, ഇച്ചിരി ലോങ് കട്ട് മെത്തേഡാണ്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയാണ് പറഞ്ഞത്. FI കണ്ടുപിടിച്ച് XI കണ്ടുപിടിച്ച് XI മൈനസ് X ബാർ അങ്ങനെ കണ്ടുപിടിച്ച് FIയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് FI ഇൻറ്റു XI മൈനസ് X ബാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ പെട്ടെന്ന് കിട്ടും. ഇത് ഇച്ചിരി കൂടെ ലോങ് ആയതുകൊണ്ടാണ് അത് പറയാത്തത്. ഈ രീതി ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടും. ഓക്കെ, ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ പറയേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെയാണ് ക്ലാസ്. ഇവിടെ ക്ലാസ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം XI അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതായത് XI അവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ ഒരു ചോദ്യം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഓക്കെ, ഇനി അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എഴുതുക. 6, 7, 15, 16, 4, 2. ഫ്രീക്വൻസീസിനെ സമ്മപ്പ് ചെയ്യുമ്പോൾ 50 കിട്ടുന്നു. ഓക്കെ, ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, സഞ്ചിത ആവൃത്തി എന്ന് പറയും, അത് ചേർത്ത് എഴുതുക. ഫ്രീക്വൻസീസിനെ ആഡ് ചെയ്ത് എഴുതുക.
ഇത് കണ്ടോ, സെയിം കിട്ടിയത് കണ്ടോ, 50-50 അങ്ങനെ കിട്ടണം. കിട്ടിയാലാണ് കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ 50-50 കിട്ടി. ഓക്കെ, നമുക്ക് XI വേണം. XI ഞാൻ പറഞ്ഞു ക്ലാസ്സിന് മിഡിൽ വാല്യൂ ആണ് X ആയിട്ട് എടുക്കുന്നത്, നേരെ പകുതിക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് XI വന്നിട്ട് 5, 15, 25, 35, 45, 55. ഓക്കെ, ഇനി അപ്പുറത്ത് ശരിക്കും വേണ്ടത് XI മൈനസ് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയൻ കിട്ടിയിട്ടില്ല. സോ മീഡിയൻ കിട്ടാൻ അവിടെ ഒരു ഷോർട്ട് വേ പറയുന്നുണ്ട്, ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ദറ്റ് ഈസ് മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസ് വിഡ്ത്ത്. ഓക്കെ, ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതായത് L എന്ന് പറയുന്നത് ഇപ്പം 50 ആണ് എടുത്തത്. സോ 50ന്റെ കേസ് വരുമ്പോഴേക്കും നമുക്ക് വരുന്നത് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. 50ന്റെ പകുതി, മീഡിയൻ എന്ന് പറയുമ്പോൾ പകുതിയാണ്. 50 ഇതുണ്ടെങ്കിൽ പകുതി 25 ആണ്. അപ്പോൾ 25 വരുന്നത് ഇതാണ്, ഈ ഒരു റേഞ്ചിലാണ് 25 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്ക്, L എന്ന് പറയുന്നത് അവിടുത്തെ ലോവർ ലിമിറ്റ് ആണ്. സോ 20 പ്ലസ് n/2 എന്ന് പറയുമ്പോൾ n 50, എൻ്റെ പകുതി 25 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത ക്ലാസ്സിന് തൊട്ട് മുമ്പത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, നമ്മളെടുത്തത് ഈ ഒരു റേഞ്ചാണ്. സോ അതിന് തൊട്ട് മുന്നത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ക്ലാസ്, ആ ക്ലാസ്സിന്റെ ഫ്രീക്വൻസി, അത് 15 ആണ്. സോ 15 എടുത്തു. H എന്ന് പറയുന്നത് ക്ലാസ് വിട്ട്, ആ ക്ലാസ്സുകൾ തമ്മിലുള്ള അകലമാണ്, അകലം 10 ആണ്. ഓക്കെ, നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം 28 എന്ന് കിട്ടും. സോ ഇതാണ് മീഡിയൻ എന്ന് പറയുന്നത്. സോ XI ഇവിടെ കിട്ടിയ 5 മൈനസ് 28, അതിൻ്റെ മോഡുലസ് എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, XI മൈനസ് M കിട്ടും. സോ വാല്യൂസ് എഴുതാൻ ഞാൻ പെട്ടെന്ന് എഴുതി പോവുകയാണ് കേട്ടോ. 13, 3, 7, 17, 27. പിന്നെ ഇതിനെ FIയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. FIൻ്റെ മോഡുലസ് XI മൈനസ് M 138, 91, 45, 112, 68, 54. ഓക്കെ, സമപ്പ് ചെയ്യുമ്പോൾ 508 കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ മീഡിയൻ കാണാൻ ഇത്രയുമാണ് വേണ്ടത്. ക്ലാസ് തരും, FI അവിടെ ഉണ്ട്, CF എഴുതി, XI കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചു. സോ XI മൈനസ് മീഡിയൻ എടുത്തു, മോഡുലസ് എടുത്തു, അതിന് FIയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, സമ്മപ്പ് ചെയ്ത് എഴുതി. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ. അതൊക്കെയാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീനിൽ അൺഗ്രൂപ്ഡ് ആയിട്ട് വരുന്ന കേസുകൾ പഠിച്ചു, ഗ്രൂപ്ഡിൽ തന്നെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനിൽ അൺഗ്രൂപ്ഡ് ആയിട്ടുള്ളതും പഠിച്ചു, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഗ്രൂപ്ഡിൽ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മീൻ ഡീവിയേഷനിൽ വരുന്നത്. ഇത്ര എളുപ്പമായെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, ലിമിറ്റേഷൻസ് ഓഫ് മീൻ ഡീവിയേഷൻ. അത് കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുതിയ വേർഷൻസിലേക്ക് പോയി. അങ്ങനെ വന്ന ഒരു രീതിയാണ് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഓക്കെ, വേരിയൻസിനും പറയുന്ന പോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പം ഞാൻ അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഡാറ്റയുടെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് കാണാൻ പോകുന്നത്. നമുക്ക് വാല്യൂസ് 6, 8, 10, 12, 14, 16, 18, 20, 22, 24 ഇത്രയും നമ്പേഴ്സിന്റെ വേരിയൻസ് ആണ് കാണേണ്ടത്. വേരിയൻസ് കണ്ടാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ പറ്റും, ജസ്റ്റ് റൂട്ട് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് കാണുമ്പോൾ ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് XIകൾ കിട്ടി, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് X ബാർ ആണ്. ഓക്കെ, X ബാർ കാണാൻ ഇതെല്ലാം കൊണ്ട് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ആ നമ്പർ എടുക്കുക. ഓക്കെ, അതായത് ഇതിനെല്ലാത്തിനും സമ്മപ്പ് ചെയ്യുമ്പോൾ 150 കിട്ടും. 10 നമ്പേഴ്സ് ഉണ്ട്. സോ മീൻ എന്ന് പറയുന്നത് 15 ആണ്. സോ ഞാൻ XI മൈനസ് X ബാർ ഇവിടെ ചെയ്യുന്നു. അപ്പുറത്ത് മോഡുലസ് ആണെങ്കിൽ, മീൻ ഡീവിയേഷൻസിൽ മോഡുലസ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ സ്ക്വയർ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ XI കിട്ടി. X ബാർ എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞു കണ്ടുപിടിച്ചു. അതായത് 150/10 15 ആണെന്ന് കിട്ടി. സോ XI 15, ഇപ്പം 6 15 കുറയ്ക്കുക, 9, 9 സ്ക്വയർ 81.
അങ്ങനെ എഴുതി 81, 49, 25, 9, 1, 1, 9, 25, 41, 81. അതാണ് xi മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ. സമ്മപ്പ് ചെയ്യുമ്പോൾ 330 കിട്ടും. ഇനി നമുക്ക് വേരിയൻസിന്റെ ഇക്വേഷനിലോട്ട് പോകാം. വേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക സിഗ്മ സ്ക്വയർ എന്നാണ്. അതാണ് വേരിയൻസ്. ഓക്കെ, സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്മോൾ എൻ. എന്തുകൊണ്ടാണ് സ്മോൾ എൻ വന്നത്? ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ടാണ്. ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ അവൻ വലുതാകും, ക്യാപിറ്റൽ ആകും. ഓക്കെ, നമുക്ക് വാല്യൂസ് എഴുതാം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 330/10 33 കിട്ടി. അതാണ് സിഗ്മ സ്ക്വയർ. വേരിയൻസ് 33 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. സിഗ്മ ഇസ് ഈക്വൽ ടു √33 5.74. ഇതാണ് അൺഗ്രൂപ്ഡ് ഡാറ്റയിൽ എന്ത് പറഞ്ഞിട്ട് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇനി ഗ്രൂപ്ഡ് ഡാറ്റയിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും മീഡിയന് വരുന്ന കേസുകൾ നമുക്കില്ല കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതാണ് ഗ്രൂപ്ഡ് ഡാറ്റ. അതിൽ ഡിസ്ക്രീറ്റ് സീരീസ്, അതായത് എക്സൈന് എന്തില്ല, ഒരു ഇൻ്റർവെൽ ഇല്ലാത്ത കേസുകൾ. ഓക്കെ, നമുക്ക് നോക്കാം. xi 4, 8, 11, 17, 20, 24, 32. fi 3, 5, 9, 5, 4, 3, 1. ഓക്കെ, അപ്പോൾ നമുക്ക് xiയും fiയും കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് xi fiയും കിട്ടിയാൽ xi fi അല്ലെങ്കിൽ fi xi രണ്ടും സെയിം, അത് എഴുതാവുന്നതാണ്. സോ ഞാൻ ഗുണിച്ചെഴുതുന്നു. 12, 40, 99, 85, 80, 72, 32. ഓക്കെ, fiനെ സമ്മപ്പ് ചെയ്യാം 30, xi സമ്മപ്പ് ചെയ്യാം 420. സോ നമുക്ക് എക്സ് ബാർ കിട്ടും. എക്സ് ബാർ എങ്ങനെയാണ്? സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n fi xi ബൈ ക്യാപിറ്റൽ N ബിക്കോസ് ഫ്രീക്വൻസി ഇസ് ദർ. 420/30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 14 കിട്ടും. ഓക്കെ, അപ്പം എക്സ് ബാർ കിട്ടി. സോ xi മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പം xi എത്രയാണ്? 4. 4 മൈനസ് 14 10. 10ൻ്റെ സ്ക്വയർ 100. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് വാല്യൂസ് എഴുതുന്നു, നിങ്ങൾ ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, ഇനി ഫ്രീക്വൻസി കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസിക്കും സ്ഥലം കൊടുക്കണം. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു? സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആയിരുന്നു. ഇവിടെ fi കൂടെ വരുന്നതുകൊണ്ട് അവനെയും കൂടെ ഒന്ന് ചേർത്ത് എഴുതി. fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഓക്കെ, ഇപ്പം ഇതിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. സോ 300, 180, 81, 45, 144, 300, 324. സമ്മപ്പ് ചെയ്യുമ്പോൾ 1374 എന്ന് കിട്ടും. സോ സിഗ്മ സ്ക്വയർ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. fi എവിടെ വന്നാലും ക്യാപിറ്റൽ ആവും കിട്ടുക. ഓക്കെ, അപ്പോൾ 1374 ഡിവൈഡഡ് ബൈ 30. അതായിരിക്കും സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ വന്നിട്ട് 45.8 ആണ്. അപ്പോൾ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ടായിരിക്കും 6.77. അടുത്ത് വരും. കുറച്ച് ഡെസിമൽസ് ഉണ്ട്, എന്നാലും ഇത്രയും റൗണ്ട് ചെയ്ത് എഴുതിയാലും മതി. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എഴുതുക. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഫോർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസ് വിട്ട് വരുന്ന കേസുകളുടെ ടൈപ്പ് ചോദ്യങ്ങൾ നോക്കാം. ടെക്സ്റ്റിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒരു എന്തോ പോലെ തോന്നും. കുറേ സിഗ്മകളൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ അടിച്ച് ഈ ചാപ്റ്റർ ഇച്ചിരി എന്താ പറയുക വെറുത്ത് പഠിക്കാനൊരു സ്റ്റൈല് കാണാറുണ്ട്. മീൻസ് ഒട്ടും വയ്യ. കുറേ സിഗ്മകൾ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വട്ട് പിടിക്കും, പഠിക്കാനും തോന്നത്തില്ല. പക്ഷേ നമുക്കിങ്ങനെ കുറച്ചുകൂടെ സിമ്പിളാക്കിയിട്ട് നമുക്കിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏരിയ എന്നുള്ള ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ സത്യം പറഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. അതാണ് മീൻസ് ഒരു ചോദ്യം ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി വെക്കരുത്. ആ ചോദ്യങ്ങൾ കൂടുതൽ ചെയ്യുക. കിട്ടുന്ന അത്രയും ചോദ്യങ്ങൾ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ പിന്നെ അതിൽ ശീലമായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും പറ്റും. അങ്ങനെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കുറേ ചോദ്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അത് ശീലമാകും. പിന്നെ നമുക്കത് സൂപ്പറായിട്ട് ചെയ്യാനും പറ്റും.
ശീലിച്ചില്ലെങ്കിൽ വെറുതെ നോക്കിപ്പോകരുത്. ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് വെറുതെ നോക്കിപ്പോയിട്ട് പോയി എക്സാമിന് എഴുതരുത്. അങ്ങനെ എഴുതിയാലുള്ള പ്രശ്നം അവിടെ എത്തി പകുതി എത്തുമ്പോൾ സ്റ്റെപ്പ് സ്റ്റക്കായി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് തന്നെ വെറുതെ കുറേ ഇക്വേഷൻസും എല്ലാം നോക്കിയിട്ട് എക്സാമിന് പോകരുത്. കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റക്ക് ഔട്ട് ആവില്ല. നമുക്ക് എഴുതാം കേട്ടോ ചോദ്യം. 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90 and 90 to 100. This is the class. Okay. ഇനി ഫ്രീക്വൻസീസ് തരുന്നു. 3, 7, 12, 15, 83, 2. ഓക്കെ, XI കാണുന്ന എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിഡ് വാല്യൂ, ആ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എടുക്കുക. 35, 45, 55, 65, 75, 85, 95. ഓക്കെ, ഇനി FIXI കാണാൻ ബുദ്ധിമുട്ടില്ല. FIXIയും കൂടെ ഗുണിച്ചെഴുതുക. 105, 315, 660, 975, 600, 225, 190. XI/FIനെ സമ്മപ്പ് ചെയ്യുമ്പോൾ 3200 കിട്ടും. FIകളെ സമ്മപ്പ് ചെയ്യുമ്പോൾ 50 കിട്ടും. ഓക്കെ, അപ്പോൾ X ബാർ കാണാം. X ബാർ is equal to sigma I is equal to 1 to n FXI by ക്യാപിറ്റൽ N. N എന്തുകൊണ്ടാണ് അങ്ങനെ ക്യാപിറ്റൽ വരുന്നതെന്ന് വെച്ചാൽ FI ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ 3200 by 50, 62. ഓക്കെ, XI മൈനസ് X ബാറിൻ്റെ സ്ക്വയർ. XI ഇവിടെ ഉണ്ട്, X ബാർ അവിടെ ഉണ്ട്. കുറയ്ക്കുക, സ്ക്വയർ ചെയ്യുക, ആൻസർ ചെയ്ത് 729, 289, 49, 9, 169, 529, 1089. അത് സമ്മപ്പ് ചെയ്യണ്ട. ഇനി വരുന്ന FI ഇൻറ്റു XI മൈനസ് X ബാറിൻ്റെ സ്ക്വയറിനെ സമ്മപ്പ് ചെയ്യണം. ഓക്കെ, FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടുന്ന ഉത്തരത്തിന് FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ജസ്റ്റ് വാല്യൂസ് എഴുതി പോകുന്നേ ഉള്ളൂ. ഇനി കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. സമ്മപ്പ് ചെയ്യുമ്പോൾ 10,050 കിട്ടും. ഓക്കെ, ഇനി എന്താണ് ബുദ്ധിമുട്ട്? വേരിയൻസിൻ്റെ ഇക്വേഷൻ എഴുതുക. സിഗ്മ I is equal to 1 to n FI ഇൻറ്റു XI മൈനസ് X ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഓക്കെ, അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 250 ഡിവൈഡഡ് ബൈ 50, 201 കിട്ടും. അതാണ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ട് അതിൻ്റെ റൂട്ട് 201 വിച്ച് ഇസ് 14.18. അപ്പം അങ്ങനെ നമുക്ക് കിട്ടും. ഇതിനും ടെക്സ്റ്റിലൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, നോക്കണമെന്നില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഏരിയ എന്നുള്ള ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസ് 15.192. അത് പഴയ ടെക്സ്റ്റിലാണ് 15.192. പുതിയ ടെക്സ്റ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. 1 and 2 അതിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഏരിയ എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളതൊരു ഡിലീറ്റഡ് ടോപ്പിക്കാണ്, പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയും. അതായത് സി വി കാണാനുള്ള ഇക്വേഷനാണ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ചെയ്ത് കിട്ടുന്നതാണ് ആ ഡാറ്റയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV എന്ന് പറയുന്നത്. ഓക്കെ, ലെസ് സിവിയുടെ വാല്യൂ കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ ഡാറ്റ കൺസിസ്റ്റൻ്റ് ആണ്. കൂടിയ CV ആണ് കിട്ടുന്നതെങ്കിൽ കൺസിസ്റ്റൻ്റ് അല്ല, നോൺ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഇവർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വേണം പറയാം. അതായത് സിവിയും കൺസിസ്റ്റൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെക്സ്റ്റിൽ ഇത് ഡിലീറ്റഡ് ടോപ്പിക് ആണ്, പക്ഷെ കണ്ടതുകൊണ്ട് മീൻസ് ഒരു ചെറിയ ഇക്വേഷനേ ഉള്ളൂ. അപ്പം അതിങ്ങനെ പഠിക്കാതിരിക്കണമെന്നില്ല. അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എവിടെയെങ്കിലുമൊക്കെ ഉപകാരം ആവുന്നെങ്കിൽ ആവും. കാര്യം നമ്മൾ പഠിക്കുന്ന ഒരു അറിവും വെറുതെ ആവില്ല. നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് നമുക്കത് ഉപകാരം ഉണ്ടാകും. സോ വെറുതെ പഠിച്ചു വെച്ചേക്കുക, നല്ലതല്ലേ? അങ്ങനെ ഇപ്പോൾ അത് ഉപകാരപ്പെടില്ല വേറെ സ്ഥലത്തെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞു വെച്ചേക്കുക. അറിവ് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരിക്കലും മോശം കാര്യമല്ല. നമ്മൾ പഠിക്കുക, എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. 15.3 ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ഓക്കെ, ഈ CVയും ഡിലീറ്റഡ് ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ള ഒരു ഇക്വേഷൻ ഉള്ളതുകൊണ്ട് മാത്രം. ഇപ്പോൾ 15.3 അതൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. മിസ്സലേനിയസ് എക്സാമ്പിൾസും സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലാസ് വരുന്ന രീതിയിലാണ് എക്സാമിന്, പബ്ലിക് എക്സാമിന് പൊതുവെ ചോദിക്കാറ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ക്ലാസ് തരും, FI തരും, അപ്പോൾ അതിനെ മിഡ് വാല്യൂ എടുത്ത് XI കാണുക, FIXI ബൈ ക്യാപിറ്റൽ N ചെയ്തിട്ട് മീഡിയൻ കാണുക, മീൻ കാണുക, XI മൈനസ് X ബാർ എടുക്കുക, അതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ FI ഇൻറ്റു XI മൈനസ് X ബാറിൻ്റെ സമ്മ ചെയ്യുക,
ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ സമ്മപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് തൊട്ട് മുമ്പുള്ള വേരിയൻസ് എന്നുള്ള സ്റ്റെപ്പ്. വേരിയൻസിന്റെ ഇക്വേഷനാണ് ആദ്യം ചെയ്യുക. വേരിയൻസിന് റൂട്ട് ഇടുമ്പോഴാണ് നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക. ആദ്യം ചെയ്ത് കിട്ടുന്നത് വേരിയൻസും അതിന്റെ റൂട്ട് എടുത്ത് കിട്ടുന്നതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വരുന്നത്. അപ്പോൾ മിസ്സലേനിയസ് എക്സാമ്പിൾസ് സമയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് എക്സാമിന് കൂടുതലായിട്ടും വരുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, വളരെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ട്, സമയമൊക്കെ ഉണ്ട്, ഇതെല്ലാം ചോദ്യങ്ങളൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ മിസ്സലേനിയസ് എക്സാമ്പിൾസും ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. മിസ്സലേനിയസ് എക്സാമ്പിൾസ്, മിസ്സലേനിയസ് എക്സസൈസസ് ഓൺ ചാപ്റ്റർ ലാസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ ടൈം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ചെയ്ത് നോക്കാം. ചാപ്റ്ററിന്റെ സമ്മറി ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കുക. ഇവിടെ പറഞ്ഞ ഇക്വേഷൻസ് തന്നെയുള്ളൂ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റി പറയുന്നുണ്ട് 4 എണ്ണം. മീൻ ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ, അത് മീഡിയനും മീനും വരുന്നുണ്ട്. മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്ഡ് ഡാറ്റയിൽ മീനും മീഡിയനും വരുന്നുണ്ട്. വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ, എക്സൈകൾ മാത്രമുള്ള കേസിൽ വേരിയൻസ് സിഗ്മ സ്ക്വയറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും തന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് എക്സ്ഐയും എഫ്ഐയും ഉണ്ട്. എക്സ്ഐക്ക് ക്ലാസ് ലെങ്ത് ഇല്ല. ഓക്കെ, ആ വിട്ട് ഇല്ലെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിക്കാം. വേരിയൻസ് സിഗ്മ സ്ക്വയറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയ്ക്കും പറ്റിയത് ഉപയോഗിക്കാം. പിന്നെ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതായത് എക്സ്ഐക്ക് ക്ലാസ് ലെങ്ത് വരുന്ന രീതിയിൽ, ഓക്കെ, ആ ക്ലാസ്സിന് വിട്ട് വരുന്ന, എക്സ്ഐക്ക് വിട്ട് വരുന്ന രീതിയിലാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാവുന്നത്. എഫ് ഐ കോൺസ്റ്റന്റ് ആയിരിക്കും. എഫ് ഐക്ക് ഒരിക്കലും വിട്ട് വന്ന് നമുക്ക് കണ്ടിട്ടില്ല. നമുക്ക് എക്സ്ഐക്ക് വിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, അങ്ങനത്തെയാണ് എക്സാമിന് വരുന്നത്. എഫ് ഐ ജസ്റ്റ് ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കേസുകളിൽ സിഗ്മ സ്ക്വയർ ആയിട്ടുള്ള വേരിയൻസും സിഗ്മ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം. ഷോർട്ട് കട്ട് മെത്തേഡ്സ് നോക്കണമെന്നില്ല. ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ഈ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് 6 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ്. ആ 6 മാർക്ക് നിങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള 6 മാർക്ക് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പം അത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് ആ മാർക്ക് നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക. അത് കളയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത്. കാര്യം സിമ്പിളായിട്ട് കിട്ടുന്ന മാർക്കാണ്, അത് കളയരുത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഡിലേറ്റഡ് ടോപ്പിക്കാണ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ. CV = സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇത്രയാണ് ആ ചാപ്റ്ററിലുള്ളത്. ചാപ്റ്റർ മൊത്തത്തിൽ നമ്മൾ എല്ലായിടത്തുനിന്നും മെയിൻ കണ്ടന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള, തുടക്കത്തിൽ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള 6 മാർക്ക് ഈ വീഡിയോ ഫുള്ളും കണ്ടാൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. സോ വീഡിയോ എന്ത് ചെയ്യാൻ ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.